+2 യോഗ്യതയുള്ളവർക്ക് എളുപ്പത്തിൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി നേടാം. ഈ ഒരു കാര്യം, ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പലർക്കും കൃത്യമായ കാര്യങ്ങളെ പറ്റി ധാരണയില്ലാത്തത് കൊണ്ടാണ് പല അവസരങ്ങളും നഷ്ടപ്പെടുന്നത്. അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ വീഡിയോയെ കാണുക. ഈ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ക്ലിയർലി മനസ്സിലാക്കണമെങ്കിൽ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ തമ്പനയിലിൽ പറഞ്ഞതുപോലെ +2 യോഗ്യതയുള്ളവർക്ക് എളുപ്പത്തിൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി നേടാം. ഏത് ജോലിയാണ്, എങ്ങനെയാണ്, എന്താണ് നിങ്ങൾ അതിന് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. SSC സ്റ്റെനോഗ്രാഫർ 2023 എക്സാമിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് എളുപ്പത്തിൽ ജോലി നേടാമെന്ന് ഞാൻ പറയുന്നത് എന്ന കാര്യങ്ങളെല്ലാം ഈ വീഡിയോ കാണുന്നത് വഴി നമുക്ക് റിവീൽ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എന്തുകൊണ്ടാണ് എളുപ്പത്തിൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി നേടാമെന്ന് ഞാൻ പറഞ്ഞത്. അതിന് കാരണം ബാക്കിയുള്ള കമ്പാരിറ്റീവ്ലി കേന്ദ്ര ഗവൺമെന്റ് ജോലികൾക്ക് കമ്പാരിറ്റീവ്ലി പഠിച്ചെടുക്കേണ്ട അത്ര ബുദ്ധിമുട്ടില്ലാത്ത ഒരു എക്സാമാണ് SSC സ്റ്റെനോഗ്രാഫർ. അപ്പൊ ഈ എക്സാം എങ്ങനെ നേടാം, അതൊരു കൃത്യമായ പ്ലാനിലൂടെ ഒരു 6 മാസം മുമ്പെങ്കിലും നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനും ഇതുവഴി ഒരു ജോലി നേടാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസ് നോക്കാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ഡീറ്റെയിൽസ് നോക്കുക. ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ദിശ അക്കാഡമിയെ പറ്റി. ദിശ അക്കാഡമി ട്രിവാൻഡ്രത്തും അതുപോലെ തന്നെ കൊട്ടാരക്കരയിലുമാണ് ബ്രാഞ്ചുകൾ ഉള്ളത്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ക്ലിയർലി അവിടെ എല്ലാ മാസവും ബാച്ചുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ജൂൺ മാസത്തെ ബാച്ചിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ട്രിവാൻഡ്രത്തും കൊട്ടാരക്കരയിലും ബാച്ചിലേക്ക് അഡ്മിഷൻസ് ഓപ്പൺ ആണ്. മാത്രമല്ല ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. ഇനി SSC സ്റ്റെനോഗ്രാഫർ 2023 ഈ ഒരു എക്സാം എന്തുകൊണ്ടാണ് എളുപ്പത്തിൽ കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ എളുപ്പത്തിൽ ജോലി കിട്ടാൻ സാധ്യത എന്ന് ഞാൻ പറയാനുള്ള റീസൺ എന്താണ്, ഇത് മുതലല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ SSC സ്റ്റെനോഗ്രാഫർ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത SSCയുടെ മറ്റ് എക്സാംസ് ആയ CGL, CHSL, MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, CPO സെൻട്രൽ പോലീസ് ഓർഗനൈസേഷന്റെ എക്സാംസ്, പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റെനോഗ്രാഫർ പറയാറുണ്ട്, SSC GD, ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെ ഉണ്ട് അല്ലെ. ഇതിൽ കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഒരാൾ ഏറ്റവും ആദ്യം ക്ലിയർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു എക്സാമാണ് SSC സ്റ്റെനോഗ്രാഫർ. അതിന് കാരണമുണ്ട്. ഈ എക്സാംസിനെ എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. ഇതിന്റെ എക്സാം എന്ന് പറയുന്നത് എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT-1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഇത് വളരെ എളുപ്പമാണ്. ഈ എക്സാം എല്ലാവരും ക്ലിയർ ചെയ്യും. പക്ഷേ ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജ്, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സ്കിൽ ടെസ്റ്റ് ആണ്. ഈ ഒരു ടെസ്റ്റ് ആണ് ക്വാളിഫൈ ചെയ്യേണ്ടത്. ഇതായിരിക്കും എക്സാം ക്ലിയർ ചെയ്യുന്നവർക്ക് പലപ്പോഴും ചിലപ്പോൾ സ്കിൽ ടെസ്റ്റ് പാസ് ആവാൻ പറ്റില്ല. അത് കൊണ്ടാണ് പലർക്ക് ഒരുപക്ഷെ ജോലി കിട്ടാതിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ഒരു പ്രീ പ്ലാൻഡ് വേയിൽ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്ത് ഈ വർഷം തന്നെ നിങ്ങൾക്ക് ജോലി മേടിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു കാര്യം ഓർത്തോളുക, വെറും +2 ക്വാളിഫിക്കേഷൻ മാത്രം മതി. ഇതിന് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റോ മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല. +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെനോഗ്രാഫറിന്റെ പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതി കഴിഞ്ഞ് ഉടനെ തന്നെ വരുന്ന സ്കിൽ ടെസ്റ്റ് പാസ് ആവണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ 2 കാര്യമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാമിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം നോക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ആദ്യം ഇതിന്റെ ക്വാളിഫിക്കേഷൻ, എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം. എത്രയാണ് ഏജ് ലിമിറ്റ് എന്ന് നോക്കാം. പിന്നെ എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നോക്കാം. എക്സാം പാറ്റേൺ നോക്കാം. പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നത് എന്ന് പറഞ്ഞോട്ടെ. ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ssc.nic.in, SSCയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും ആപ്ലിക്കേഷൻസും എല്ലാം വരുന്നത് ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ്. ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന എക്സാം കലണ്ടർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാം കലണ്ടർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വർഷം SSC നടത്തുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്ന്. SSC ഒരു വർഷം നടത്തുന്ന പരീക്ഷകളുടെ ടൈം ടേബിൾ നേരത്തെ കൂട്ടി പബ്ലിഷ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ വർഷം പബ്ലിഷ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ ഒരു പാർട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. നിങ്ങൾക്കറിയാം, മെയ് 9 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ജൂൺ 8 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാം നടത്തുന്നത് CBT-1 നടത്തുന്ന ഓഗസ്റ്റിലാണ്. അപ്പോൾ ഓഗസ്റ്റിൽ പരീക്ഷയുണ്ട്.
ഇതും +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പരീക്ഷയാണ്. ഇനിയും അത് കഴിഞ്ഞ് അടുത്ത മാസം ജൂൺ 14 നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ MTS എന്ന് നമ്മൾ പറയും. അത് ജൂലൈ വരെ അപ്ലൈ ചെയ്യാം. അതിന്റെ എക്സാം സെപ്റ്റംബറിലാണ്. അത് കഴിഞ്ഞിട്ടാണ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പറയുന്ന അടുത്തൊരു എക്സാം. അത് ജൂലൈ 20 നോട്ടിഫിക്കേഷൻ വരും. ഒക്ടോബറിൽ എക്സാം ഉണ്ട്. ഇത് കഴിഞ്ഞ് ജൂനിയർ എഞ്ചിനീയർ നമുക്കറിയാം. അത് കഴിഞ്ഞ പോസ്റ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. SSC സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C&D എക്സാമിനേഷൻ 2023 11th നമ്പർ 11ാം നമ്പറിലുള്ള ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് വെരിഫൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് തന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 2 ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലൈവ് ആവും. ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 23 വരെയുള്ള ഡേറ്റുകളിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. ഇതിന്റെ എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടത്തുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും. ഈ ഒരു എക്സാം ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മുടെ SSC ഈ കാര്യങ്ങളെല്ലാം ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആകെ വേണ്ടത് നിങ്ങളുടെ പ്രിപ്പറേഷൻ മാത്രമാണ്. നോട്ടിഫിക്കേഷൻ വരുന്ന ഓഗസ്റ്റ് 2 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും നേരത്തെ തന്നെ ഈ ദിവസം നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് എക്സാം കിട്ടും. അതിന്റെ കാരണങ്ങൾ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്? SSC സ്റ്റെനോഗ്രാഫറിന് +2 12th ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 12th മാത്രം മതി. മറ്റ് സർട്ടിഫിക്കറ്റ്സോ മറ്റ് കോഴ്സുകളോ ഒന്നും വേണ്ട. ഇനിയും ഏജ് ലിമിറ്റ് നോക്കാം. എത്ര വയസ്സ് വരെയുള്ളവർക്ക് ഈ സ്റ്റെനോഗ്രാഫർ എക്സാമിന് അപ്ലൈ ചെയ്യാമെന്ന് നോക്കിയാൽ സ്റ്റെനോഗ്രാഫർ 2 ഗ്രേഡ് ഉണ്ട്. ഗ്രേഡ് C ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേഡ് D ഉണ്ട്. C ഗ്രേഡ് ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇത് ജനറൽ കാറ്റഗറിക്കാണ്. OBC കാറ്റഗറിക്ക് 3 വർഷം ഏജ് റിലാക്സേഷനും SC/ST കാറ്റഗറിക്ക് 5 വർഷം ഏജ് റിലാക്സേഷനും ഉണ്ട്. അപ്പോൾ OBC കാറ്റഗറി ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. അതുപോലെ ഗ്രേഡ് D ആണെങ്കിൽ, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D പോസ്റ്റിലേക്ക് ആണെങ്കിൽ 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിലും OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ OBC കാറ്റഗറിക്ക് 21 വയസ്സും അതുപോലെ SC/ST കാറ്റഗറിക്ക് 23 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് എലിജിബിലിറ്റി. നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷനും അതുപോലെ 30 വയസ്സ്, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 30 വയസ്സിന് താഴെയും ആണ് ഏജ് ലിമിറ്റ് എങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള യോഗ്യതയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനിയും ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ് ഇത് റിക്രൂട്ട് ചെയ്യുന്നത്, എന്ത് വഴിയാണ്, എന്തൊക്കെ സ്റ്റെപ്പുകളാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സർ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് 2 സ്റ്റേജുകളാണ് മേജർ ആയിട്ടുള്ളത്. നമുക്ക് കടമ്പകൾ എന്ന് പറയാൻ പറ്റും. നമുക്ക് കടക്കാനുള്ള കടമ്പകൾ 2ആണ്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, SSCയുടെ എല്ലാ പരീക്ഷകളെയും പോലെ തന്നെ കണ്ടക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഒന്നാമത്തെ സ്റ്റേജ്. ഈ സ്റ്റേജിൽ നിങ്ങൾ കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ, മിനിമം മാർക്ക് മേടിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങളെ രണ്ടാമത്തെ സ്റ്റേജ് ആയ സ്കിൽ ടെസ്റ്റ് ഇൻ സ്റ്റെനോഗ്രഫിയിലേക്ക് പോകാം. സ്കിൽ ടെസ്റ്റ്, ഇത് രണ്ടും നിങ്ങൾ ക്വാളിഫൈ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇതിനകത്തുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ പറയാം. സപ്പോസ് ഇതിപ്പോൾ ഏത് മാസമാണ്? ഇതിപ്പോൾ മെയ് ലാസ്റ്റ് ആണ് അല്ലെ, മെയ്. അപ്പോൾ അടുത്ത മാസം മുതൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 4 മാസത്തിൽ നമുക്ക് എക്സാം വരുന്നുണ്ട് അല്ലെ. ഇനി നമുക്ക് പലർക്കും പറ്റുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. CBT എക്സാം എല്ലാവർക്കും എഴുതാമല്ലോ, +2 ആണല്ലോ ക്വാളിഫിക്കേഷൻ. പക്ഷെ സ്റ്റെനോഗ്രഫി ടെസ്റ്റ് പഠിക്കില്ല പലരും. അറിയില്ല, സ്റ്റെനോഗ്രഫി എന്താണെന്ന് അറിയില്ല, അത് പഠിക്കാതെയൊക്കെ ഇരിക്കും. പക്ഷെ എക്സാം ഒക്ടോബറിൽ നടന്ന് നവംബറിലോ ഡിസംബറിലോ റിസൾട്ട് വന്ന് ഒരൊറ്റ മാസത്തിനുള്ളിൽ ടൈപ്പിംഗ് അല്ലെങ്കിൽ ഈ സ്കിൽ ടെസ്റ്റ് വരും. സ്കിൽ ടെസ്റ്റ് വരുമ്പോൾ സ്റ്റെനോഗ്രഫി അറിയുന്നവർക്ക് മാത്രമേ ഈ സ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് അത് പാസ്സാവാൻ പറ്റൂ. മനസ്സിലായോ? അതിൽ അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് സ്റ്റെനോഗ്രഫി ടെസ്റ്റ് പാസ്സാവാൻ പറ്റുന്നത് കൃത്യമായിട്ട് സ്റ്റെനോഗ്രഫി അറിയുന്നവരും അത് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പഠിച്ച് ക്ലിയർ ആയി വരുന്ന പലർക്കും ഈ സ്റ്റെനോഗ്രഫി ടെസ്റ്റ് അറിയില്ല. അവര് ജസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാറില്ല. അത് ആണ് ഇവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നും പറയേണ്ടത്. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം കണക്കാക്കാൻ. ഒരു പ്ലാനിങ്ങിലോട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസൾട്ട് വന്ന് 1 മാസം കൊണ്ട് ഒരു കാരണവശാലും സ്റ്റെനോഗ്രഫി പഠിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. സ്റ്റെനോഗ്രഫി പഠിക്കാൻ
1 മന്ത് സമയം കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഏറ്റവും മിനിമം എത്ര കൂട്ടി പഠിച്ചാലും മിനിമം 6 മന്ത്സ്, ഏറ്റവും മിനിമം ആണ് ഞാൻ പറഞ്ഞത്, 6 മാസമെങ്കിലും എടുത്ത് മാത്രമേ സ്റ്റെനോഗ്രാഫി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് പ്രാക്ടീസും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. മനസ്സിലായോ? ഈ 2 കാര്യമുണ്ട്. അതുകൊണ്ട് ഒക്ടോബറിൽ അല്ലെങ്കിൽ നവംബറിൽ വരുന്ന എക്സാം ഇപ്പോ മുൻകൂട്ടി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടാൻ പറ്റൂ. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം വളരെ സിമ്പിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് എളുപ്പത്തിൽ ജോലി നേടാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അതേസമയം സ്കിൽ ടെസ്റ്റിനെ പറ്റി പലർക്കും ധാരണയില്ല. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചിന്തിക്കാറ് പോലുമില്ല. ഇതിനുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മൾ തരുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറയാം. ഇങ്ങനെ ഒരു എക്സാം ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കുള്ള ക്ലിയർ കട്ട് സൊല്യൂഷൻ തരുന്നുണ്ട്. അത് അവസാനം നമുക്ക് നോക്കാം. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെയാണ്? ഒന്നാമത്തെ SSCയുടെ എല്ലാ പരീക്ഷകളെയും പോലെ തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 സബ്ജക്ട്സ് പഠിച്ചാൽ മതി. കുറെ പേർക്ക് മാത്സ് വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം മാത്സ് ഈ ഒരു എക്സാമിന് ഇല്ല. റീസണിങ്ങും ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും മാത്രമേ ഈ ഒരു എക്സാമിന് ആവശ്യമുള്ളൂ. സ്റ്റെനോഗ്രാഫർ എക്സാമിന് ഈ 3 സബ്ജക്റ്റേ ആവശ്യമുള്ളൂ. SSCയുടെ സ്ഥിരം എക്സാംസിനുള്ള പോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് ഇതിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ഇല്ല, ആവശ്യമില്ല. അത് ചിലരെ സംബന്ധിച്ചെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഈ റീസണിങ്ങും ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും മാത്രം പഠിച്ചാൽ മതി. അതും ബേസിക് ലെവൽ മാത്രം പഠിച്ച് നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ ആവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 50 മാർക്ക്, ജനറൽ അവയർനെസ്സിന് 50 മാർക്ക്, ഇംഗ്ലീഷിന് 100 മാർക്ക്. ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ വെയിറ്റേജ്. 100 ക്വസ്റ്റ്യൻസ്, 200 ക്വസ്റ്റ്യൻസിന് 200 മാർക്കാണ് മാക്സിമം. നിങ്ങൾക്ക് കിട്ടുന്ന സമയം 2 hours ആണ്. SSCയുടെ അതേ പാറ്റേണിലുള്ള പരീക്ഷയാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ടൈം ഡ്യൂറേഷനും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് വളരെ എളുപ്പമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. നമ്മുടെ സ്റ്റുഡൻസ് പലരും പഠിച്ചു തുടങ്ങുമ്പോൾ, എല്ലാ SSCയുടെ എല്ലാ എക്സാംസിനുമായിട്ടാണ് എല്ലാവരും പഠിക്കുന്നത്. പക്ഷെ പഠിച്ചു തുടങ്ങുമ്പോൾ അവര് മിക്കപ്പോഴും ആദ്യം ക്ലിയർ ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നത് SSC സ്റ്റെനോഗ്രാഫറാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ എക്സാം വളരെ സിമ്പിൾ ആണ്, എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാം വളരെ സിമ്പിൾ ആണെന്ന് നിങ്ങളോട് പറയുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് ഇങ്ങനെയാണ് അതിന്റെ എക്സാം പാറ്റേൺ. അതിന്റെ സ്കീം ഇതാണ്. SSCയുടെ കോമൺ സിലബസ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ് ആവുന്നവർക്കാണ്, അത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർക്കാണ് സ്കിൽ ടെസ്റ്റ് ഇൻ സ്റ്റെനോഗ്രഫി അടുത്ത സ്റ്റേജിൽ വരുന്നത്. ഈ സ്കിൽ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നിങ്ങൾ ജോലിക്ക് അർഹരാകുന്നുള്ളൂ. എന്താണ് ഈ സ്കിൽ ടെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, candidate will be given one dictation for 10 minutes in English or Hindi. നമുക്ക് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. At a speed of 100 words per minute for the post of grade C and 80 words per minute for the post of grade D. അപ്പോൾ 80 വേർഡ്സ് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് സ്റ്റെനോഗ്രഫി യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ക്വാളിഫൈഡ് ആവുകയുള്ളൂ. ഇതാണ് ഈ ഒരു ടെസ്റ്റിന്റെ, ഈ ഒരു സ്കിൽ ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ്. ജസ്റ്റ് സ്റ്റെനോഗ്രഫി മാത്രം പഠിച്ചാൽ പോരാ, ഇത്രയും വേർഡ്സ് 1 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഈ ഒരു എബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്കിൽ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഇതെല്ലാം നോട്ടിഫിക്കേഷനകത്ത് റീസെന്റ് ആയി ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷനിൽ കാണുന്നതാണ്. അതിൽ ഇംഗ്ലീഷിലാണെങ്കിൽ 50 മിനിറ്റ്സ് 70 അത് സ്ക്രൈബിന്റെ കാര്യമാണ് പറയുന്നത്. ടൈം ഡ്യൂറേഷൻ 50 മിനിറ്റ്സ് ആണ്. സ്കിൽ ടെസ്റ്റിന് വരുന്ന ടൈം ഡ്യൂറേഷൻ ഒക്കെയാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സ്റ്റെനോഗ്രഫി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇതിപ്പോ നിങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, ഇതിപ്പോ ഏത് മാസമാണ്? മെയ് മാസമാണ് അല്ലെ? മെയ് 2 ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒരു ഒക്ടോബർ മാസത്തിലായിരിക്കും വരുന്നത്. മെയ് കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലായിരിക്കും അല്ലെ? ഓഗസ്റ്റിലാണ് നോട്ടിഫിക്കേഷൻ. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇത്രയും ടൈം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്ന് വേണം കരുതാൻ. മെയ് മാസം ഏകദേശം കഴിഞ്ഞു, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന മാസമാണ്. അപ്പൊ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ SSC സ്റ്റെനോഗ്രാഫറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഓഗസ്റ്റ് പകുതിയോടുകൂടിയാണെന്ന് ഞാൻ നോട്ടിഫിക്കേഷനിൽ കാണിച്ചല്ലോ. അപ്പൊ ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ആ മാസം തന്നെ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ, നവംബർ മാസത്തിലാണ് എക്സാം CBT 1 എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. CBT 1 അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒക്ടോബർ, നവംബർ മാസമാണ് അല്ലെ? അപ്പൊ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 6 മാസം നിങ്ങളുടെ മുമ്പിലുണ്ട് അല്ലെ? 5 മാസം, ഏറ്റവും മിനിമം 5 മാസം ഉണ്ട്. ഈ 5 മാസം എന്ന് പറയുന്നത് മോർ ദാൻ ഇനഫ്. 5 മന്ത് എന്ന് പറയുന്നത് SSC എക്സാംസിന്റെ ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്ത്
എക്സാം SSC സ്റ്റെനോഗ്രാഫർ എക്സാം ക്ലിയർ ചെയ്യാനുള്ള കൃത്യം ടൈമാണ്. പക്ഷേ ഈ ഒരു സ്റ്റെനോഗ്രാഫർ എക്സാം CBT-1 മാത്രം എയിം ചെയ്ത് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് കിട്ടില്ല. സ്കിൽ ടെസ്റ്റ് നിങ്ങൾ, അതായത് എക്സാം നടന്നു, ചിലപ്പോൾ ഡിസംബറിൽ തന്നെ റിസൾട്ട് വരും, ജനുവരിയിൽ തന്നെ ആയിരിക്കും, അല്ലെ നവംബറിൽ റിസൾട്ട് വന്നാൽ ഡിസംബറിൽ റിസൾട്ട് വന്നാൽ ജനുവരിയിൽ തന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഈ ജൂണിലെങ്കിലും നിങ്ങൾ പ്രിപ്പയർ സ്റ്റെനോഗ്രഫി പഠിച്ചു തുടങ്ങിയാലേ, ജൂണിലെങ്കിലും അല്ലെങ്കിൽ ജൂലൈ, മാക്സിമം പോയാൽ ജൂണിലെങ്കിലും സ്റ്റെനോഗ്രഫി പഠിച്ചു തുടങ്ങിയാലേ ഡിസംബർ ആകുമ്പോഴത്തേന് നിങ്ങൾ സ്റ്റെനോഗ്രഫി ജസ്റ്റ് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്റ്റെനോഗ്രഫി പഠിക്കാൻ അത്രത്തോളം സമയം എടുക്കും എന്നുള്ളത് വാസ്തവമാണ്. നിങ്ങൾ പലയിടത്തും അന്വേഷിച്ച് നോക്കിക്കോളൂ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ജൂണിൽ നിങ്ങൾ SSCയുടെ CBT-1 വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അതിന് പാരലായിട്ട് സ്റ്റെനോഗ്രാഫി അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫറിന്റെ കോഴ്സ് കൂടി പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർലി ഒരു 6 months അല്ലെങ്കിൽ ഒരു 9 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ജോലിയിൽ, കേന്ദ്ര ഗവൺമെന്റ് ജോലിയിലോ നല്ല പോസ്റ്റിലേക്ക് കയറാനുള്ള ഒരു അവസരമാണ്. ഇതൊരു പ്ലാൻ വെച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവുമെന്ന് കരുതുന്നു. നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേർക്ക് കേന്ദ്ര ഗവൺമെന്റ് ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ പറ്റി പ്രിപ്പയർ ചെയ്യേണ്ടത്, എവിടെയാണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സ്റ്റെനോഗ്രഫി അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ എക്സാം എന്ന് പറയുന്നത്, SSC സ്റ്റെനോഗ്രാഫർ എക്സാം എന്ന് പറയുന്നത് കൃത്യമായ ഓപ്പർച്യൂണിറ്റി ആണ്. ഇന്നു മുതൽ നിങ്ങൾ പ്ലാനിങ്ങോടെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മുതൽ 9 മാസം അല്ലെങ്കിൽ മാക്സിമം ഒരു 10 monthsനുള്ളിൽ ഒരു ജോലിയിലേക്ക് കടക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ 2 കാര്യങ്ങൾ ചെയ്യുക. അവസാനം ഞാൻ ഒന്നുകൂടെ പറയുന്നു, 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് SSCയുടെ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യുക. ഒന്നുകിൽ ദിശ അക്കാഡമിയുടെ കോഴ്സിൽ എൻറോൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്ത് തന്നെ SSC എക്സാമിന്റെ പറ്റുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർലി SSC എക്സാമിന്റെ പ്രിപ്പറേഷൻ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റേജ്, നിങ്ങൾ സ്റ്റെനോഗ്രാഫർ അല്ലെങ്കിൽ സ്റ്റെനോഗ്രഫി ടെസ്റ്റ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ പലർക്കും സംശയമുണ്ട്, എങ്ങനെയാണ് സ്റ്റെനോഗ്രഫി പഠിക്കേണ്ടത് സംശയമുള്ളവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. പല ടീച്ചേഴ്സും ഇൻഡിവിജ്വലി ഈ സ്റ്റെനോഗ്രഫി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ദിശ അക്കാഡമി സ്പെഷ്യലി ഈ സ്റ്റെനോഗ്രഫി എക്സാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി സെപ്പറേറ്റ്ലി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റെനോഗ്രഫിയും പഠിച്ച് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഇത് രണ്ടും പഠിപ്പിക്കാൻ വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ സ്റ്റെനോഗ്രാഫറിന്റെ സെപ്പറേറ്റ് ബാച്ച് ദിശ അക്കാഡമിയിൽ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റെനോഗ്രാഫറിന് വേണ്ടി. അതിൽ 2 കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. SSC CBT എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫിയും പഠിപ്പിക്കുന്നതായിരിക്കും. സ്റ്റെനോഗ്രഫി അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ ഒരു ഉദ്ദേശമല്ല, വളരെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു അവസരമാണ്. ഈ അവസരം മനസ്സിലാക്കാൻ വേണ്ടിയാണ് സ്റ്റെനോഗ്രഫി നമ്മൾ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ദിശ അക്കാഡമിയുടെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ SSC സ്റ്റെനോഗ്രാഫർ എക്സാമിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ബാച്ചുകളുണ്ട്. ഇതാണ് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് സ്റ്റെനോഗ്രാഫർ, അവർക്കെല്ലാം CBT-1 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ സ്റ്റെനോഗ്രാഫറിന്റെ കോഴ്സ് കൊടുക്കുന്നില്ലായിരുന്നില്ല. ഇപ്പോൾ മുതൽ സ്റ്റെനോഗ്രാഫറിന്റെ ഒരു കോഴ്സും കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ട്രിവാൻഡ്രം ബ്രാഞ്ചിന്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ ഈ ബാച്ച് നെക്സ്റ്റ് ഒരു 1 വീക്കിൽ തന്നെ സ്റ്റെനോഗ്രാഫർ കൂടി ചേർത്തിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇൻഫോർമേഷൻ വളരെ യൂസ്ഫുൾ ആയെന്ന് തന്നെയാണ് കരുതുന്നത്. കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായാൽ നിങ്ങൾ ഇന്നു മുതൽ പ്രിപ്പയർ ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നല്ലൊരു ഇൻഫോർമേഷൻ ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാൻ ഒരുപാട് സ്റ്റുഡൻസിന് പറ്റിയിട്ടുള്ള ഒരു അബദ്ധത്തിൽ നിന്നാണ്, അവർക്ക് ചെയ്യാൻ പറ്റാത്തതും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതും എളുപ്പമായിരുന്നു. ഒരു 6 മാസം നേരത്തെ പ്ലാൻ ചെയ്ത് സ്റ്റെനോഗ്രഫി പഠിച്ചിരുന്നെങ്കിൽ അവർക്ക് പലർക്കും ജോലി കിട്ടിയേനെ. ഒരുപാട് പേർക്ക് പറ്റിയ മിസ്റ്റേക്കിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണിത്. അപ്പൊ ഇത് ഇനിയുള്ള ആൾക്കാർക്കെങ്കിലും ഇത് ഒരു ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് മാറും. നിങ്ങൾ അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാക്കി എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.